ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ആദ്യമായി പ്രതികരിച്ച പ്രധാനമന്ത്രി. ചോദ്യപേപ്പർ ചോർച്ച കേസുകൾക്ക് ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. യുവതയുടെ ഭാവി അപകടത്തിലാക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എക്സ് അക്കൗണ്ടിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിനും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് CJP. വിഷ്ണു പ്രസാദ് വിവരങ്ങൾ നൽകും. വിഷ്ണു, എക്സ് അക്കൗണ്ടിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പക്ഷെ രാജിയിൽ അതേസമയം CJP ഉറച്ചു തന്നെ നിൽക്കുകയുമാണല്ലോ. മോത്തി, പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രതികരണത്തിന് ഇപ്പോൾ എന്തായാലും വലിയ വിമർശനമാണ് CJPയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനമായും പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത്. പാർലമെന്റിൽ പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പ്രതികരിക്കുന്നത് എന്ന് കോൺഗ്രസിന്റെ മീഡിയ വിഭാഗം മേധാവി കൂടിയായ ജയറാം രമേശ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CJPയും ഈ ഒരു പ്രധാനമന്ത്രിയുടെ ട്വീറ്റിനെ അല്ലെങ്കിൽ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റിനെ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നത് തന്നെയാണ് CJPയുടെ നിലപാട്. ഒറ്റ വരിയിൽ ഒതുങ്ങുന്ന ഒരു പ്രതികരണമാണ് CJP പ്രധാനമന്ത്രിയുടെ പോസ്റ്റിനോട് നടത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഒരു വശത്ത് പ്രതിപക്ഷ പാർട്ടികൾ, മറുവശത്ത് വിദ്യാർത്ഥികൾ, സോനം വാങ്ചുക്ക് തുടങ്ങിയവരും, അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ABVP പോലും ഇത്തരത്തിൽ മത്സര പരീക്ഷകൾക്കൊരു ഉന്നതാധികാര സമിതി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പാർട്ടിക്കകത്തു നിന്ന് ഉൾപ്പെടെ ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് മേൽ സമ്മർദ്ദം കൂടുകയാണ്. ഇക്കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുള്ളത്. നിലവിൽ കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കാൻ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ കൂടി പ്രധാനമന്ത്രി നടത്തുന്നു. ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഈ പ്രശ്നം തുടങ്ങി ഇപ്പോൾ ഏകദേശം 34 ദിവസമാവുകയാണ്. 34 ദിവസം പിന്നിടേണ്ടി വന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് നിലപാട് എന്നത് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അതേപറ്റി പ്രതികരിച്ചിട്ടുമില്ലല്ലോ. തീർച്ചയായും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ BJP നേതൃത്വം മറുപടി പറയാൻ തയ്യാറായിട്ടേ ഇല്ല എന്ന് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നില്ല. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ മന്ത്രി JP നഡ്ഡ പോലും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അതിന് പ്രതികരണം നൽകാതെ പകരം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മാത്രമാണ് പറയുന്നത്. അതേസമയം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ രാജ്യസഭയിൽ പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം മാത്രം ചർച്ച എന്നതായിരുന്നു കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട്. ആ പ്രതിപക്ഷത്തിന്റെ നിലപാടിനോടും ഇതുവരെയും ഭരണമുന്നണിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉള്ള ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മോത്തി, ശരി, വിവരങ്ങൾ നൽകിയത് വിഷ്ണു പ്രസാദാണ്.